പരിപ്പ് കറിയാണ്. പരിപ്പ് കറി നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന കറികളാണ്. ഇതിപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളി തന്നെ ചേർക്കുക എന്നുള്ളതാണ്. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും ഉള്ളിയാണ് ടേസ്റ്റ്. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത റെസിപ്പിയാണ്. അപ്പോൾ മാക്സിമം പരിപ്പിന്റെയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ റെസിപ്പികൾ നമ്മൾ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതൊരു ഒഴിച്ചുകറിയായിട്ടും എടുക്കാം. നമുക്ക് കുറച്ച് തിക്കായിട്ട് ഡ്രൈ ആക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അങ്ങനെ 2 രീതിയിലും എടുക്കാവുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു പരിപ്പ് കറി. നമുക്ക് നമ്മുടെ പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 തണ്ട് വേപ്പില, ഒരു 4 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു 8-10 ഉള്ളിയുണ്ട്, 3 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ ഇതിൽ വറ്റൽമുളകിന് പകരം നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചതച്ച മുളകുണ്ടല്ലോ, നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ ആ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളിക്ക് പകരമായിട്ട് ഒരു സവോളയുടെ പകുതി ചേർത്താലും മതി, പക്ഷെ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഈ വറ്റൽമുളകും ചേർത്ത് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട്. നമ്മൾ മുറിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇത് ചതച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിപ്പിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പരിപ്പ് കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ അങ്ങ് മാറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് വല്ലാണ്ട് കുഴഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് പരിപ്പിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഒറ്റ വിസിലിൽ കുക്കാവുന്ന പരിപ്പാണ്, അതുകൊണ്ടാണ് കംപ്ലീറ്റ് പ്രഷർ കളയും എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് കൂടുതൽ സമയം എടുത്തിട്ട് കുക്കാവുന്ന പരിപ്പാണെങ്കിൽ 2-3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതാ കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. അതിനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല. നമ്മൾ ചതച്ചതിൽ വറ്റൽമുളക് ഉണ്ടല്ലോ, അതുകൊണ്ട് ചതച്ച മിക്സാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് തക്കാളി മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് ചെറുതായി പോകണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോവേണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിക്കും അതുപോലെ തന്നെ ഈ ഉള്ളിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പരിപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ആദ്യം ആഡ് ചെയ്തിട്ടുള്ളൂ.
പിന്നെ നമുക്ക് ഈ കറിക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് പരിപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കറി ആക്കി കഴിയുമ്പോൾ തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പച്ചവെള്ളത്തിന് ചോരും ടേസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ചൂടുവെള്ളം മാത്രം ചേർക്കുക. പിന്നെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇത്രയും കുക്കായി കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത്രയും പരിപ്പിനായിട്ട് 3/4 കപ്പ് പരിപ്പിനായിട്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 3/4 ടീസ്പൂൺ മതി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവാണ് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി തക്കാളിയും കൂടി ചേർക്കുകയാണ്. തക്കാളി നമ്മുടെ പുളിക്കനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് പുളിയുള്ള രീതിയിലല്ല, ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ. തക്കാളി ഓവറായിട്ട് ഉടഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പരിപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ഇനി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിയിൽ നിന്ന് സ്കിന്നൊന്ന് വിട്ട് വരണം, അത്ര വരെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയിൽ നിന്ന് സ്കിന്നൊക്കെ വിട്ട് തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. അപ്പോൾ ഇനി ഈ പരിപ്പിൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് കുക്കാവും. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് 2-3 മിനിറ്റ് തിളപ്പിക്കുക. ഞാനിപ്പോൾ 2 മിനിറ്റാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരും. പിന്നെ നന്നായിട്ട് കുറുകി വരണം എന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് വരെ തിളപ്പിക്കുക. അപ്പോൾ ചോറിൽ ഒഴിച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയായിരിക്കും നല്ലത്. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ മാത്രം ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി. ഇത്രയും മതി. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ചോറിന് ഒഴിച്ച് കഴിക്കാൻ പാകത്തിലുള്ള കളിക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ കളിക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതെ, അപ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ല. അതും ഒന്നും മറക്കാതെ ചെയ്യണേ. അപ്പോൾ അതാ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വ്ളോഗിലും അതിന് മുന്നേ ഇട്ടിരുന്ന വീഡിയോയിലും ഒക്കെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമൊക്കെ നല്ല നീറ്റായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ പ്രോഗ്രാംസ് നടക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു പ്ലോട്ടിലാണ്. അതുകൊണ്ട് അവരവിടെ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസിനാണ് ഉത്സവം. ഇന്നിപ്പോൾ സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് ആ കുട്ടികളൊക്കെ വൈറ്റും റെഡും ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വെറുതെ നോക്കിയപ്പോഴാണ് ഇവിടെ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടത്. പിന്നെ കലാപരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും അറിയില്ല. പരിപാടി കാണാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുത്തേക്കാം. മിക്കവാറും ഞങ്ങൾ വീട്ടിലിരുന്ന് തന്നെയാണ് പരിപാടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കാറ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് സ്റ്റേജ്. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി നീങ്ങുന്നാലേ കാണാൻ പറ്റുള്ളൂ. നടപ്പന്തലിട്ടിട്ടില്ല. ബാക്കി ആർച്ചും നടപ്പന്തലും ബാക്കിയുള്ളതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ അന്നദാനം നടക്കുന്ന ആ ഒരു സ്റ്റേജാണ് അത്. അന്നദാനം നടക്കുന്ന പന്തലാണിത്. ഇവിടെയാണ് അന്നദാനം. അതിൻ്റെ അപ്പുറത്ത് അമ്പലക്കുളം, അവിടെയാണ് നമ്മുടെ ചെന്താമരയൊക്കെ ഉള്ളത്. അപ്പോൾ നിറയെ താമരയുള്ളപ്പോൾ ഒരു ദിവസം ആ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ
ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി നടപ്പന്തലൊക്കെ വന്ന് ബാക്കിയുള്ളതൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതും കൂടി കാണാം. അപ്പോൾ ഇതാ ഇവിടെ അമ്പലത്തിലെ സ്റ്റേജിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള വാഴക്കുല, കരിക്കിൻ്റെ കുല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാനേ ഉള്ളൂ. വേറെ ആനയില്ലാത്ത ഉത്സവമായതുകൊണ്ട് നടപ്പന്തലുണ്ടാവില്ല കേട്ടോ. പണ്ടൊക്കെ നടപ്പന്തലുണ്ടായിരുന്നു. അതോ ആ ഒരു ഓർമ്മയിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടപ്പന്തലിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആനയില്ല, തേരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഇനി ആ ആർച്ച് പോലെ വെച്ചിരിക്കുന്ന അതിൽ വാഴക്കുലയും അതുപോലെ വാഴക്കുല മാത്രമല്ല വാഴയും അതുപോലെ തന്നെ ശരി, അതുപോലെ തന്നെ കരിക്കിൻ്റെ കുലയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് അടുത്ത ദിവസം വയ്ക്കുള്ളൂ, ഇന്ന് വയ്ക്കില്ല. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേ വയ്ക്കുള്ളൂ. പിന്നെ കുരുത്തോലയൊക്കെ തൂക്കി പിന്നെ കലാപരിപാടികളൊക്കെ വൈകിട്ടാണ്. ഓരോ ദിവസവും ഓരോരോ പരിപാടികളൊക്കെയാണ്. ഇന്നിപ്പോൾ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. നാളെ മുതൽ അന്നദാനമുണ്ട് 3 ദിവസം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.